JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും PSC പഠനത്തെ ഒരു ഭാരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തോന്നാത്തതും പഠിച്ച് ഉയർന്ന റാങ്കിൽ എത്താൻ സാധിക്കാത്തതും. അതിന് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് PSC പഠനം. നമ്മൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പഠനത്തെ വളരെ ആസ്വദിച്ച് പഠിക്കുന്ന ഒരു രീതി നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് PSC പഠനം വളരെ എളുപ്പത്തിൽ റാങ്ക് നേടാവുന്നതും അതുപോലെ തന്നെ PSC എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയല്ലാതായി തീരാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. അതിനുള്ള കുറച്ച് മാർഗങ്ങളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാഴ്ചപ്പാട് മാറ്റുക എന്നുള്ളത്. നമ്മൾ PSC പഠനത്തെ അതായത് പഠിക്കണം എന്നല്ല അറിയണം എന്ന് കരുതുക. അതായത് PSC പഠിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാലാണ് നമുക്ക് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പഠിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ അറിയുക. നമ്മളിപ്പോൾ ചരിത്രപരമായ കാര്യങ്ങൾ, ഭരണഘടനയാണെങ്കിലും മൗലികാവകാശങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് പഠിക്കാൻ ആയിട്ടാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ട്. എന്നാൽ അതിനെക്കുറിച്ച് അറിയണം എന്നുള്ള ഒരു ജിജ്ഞാസയോടുകൂടി നമ്മൾ പഠിച്ചാൽ അപ്പോൾ അത് നമുക്കൊരു എളുപ്പമായി മാറും. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്കൊരു കാര്യം അറിയണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം എന്ന് പല ഉദ്യോഗാർത്ഥികളും അതിനെക്കുറിച്ച് പലവിധ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അറിയാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ കൂടി സെർച്ച് ചെയ്തെടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കുക എന്നല്ലാതെ അറിയുക എന്ന ഒരു രീതിയിലൂടെ മുമ്പോട്ട് പോയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ആ PSCയോടുള്ള സമീപന രീതിയിൽ മാറ്റം വരും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാർ ജോലി എന്ന ലക്ഷ്യം. അതായത് നിങ്ങൾ പഠിക്കുന്ന ഓരോ വരിയും നിങ്ങളെ ആഗ്രഹിച്ച ആ കസേരയിലേക്ക് അടുപ്പിക്കുന്നു എന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ? എന്താണ് ലക്ഷ്യം? നമ്മൾ ഇന്ന തസ്തികയിൽ നമ്മൾ ജോലി ചെയ്യും അല്ലെങ്കിൽ ഇന്ന കസേരയിൽ നമുക്ക് ഇരിക്കണം, ആ സർക്കാർ ജോലി നേടണം എന്ന ലക്ഷ്യത്തിലേക്കുള്ള എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ലക്ഷ്യം മാത്രം മുൻനിർത്തിയുള്ള ഒരു കാര്യം ചിന്തിച്ചാൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് അടുത്തു വരുന്നതായിട്ട് നമുക്ക് തോന്നാൻ സാധിക്കും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഠനം, പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട് പഠനം ബോറടിപ്പിക്കുന്നു. അത് ആസ്വാദികരമാക്കാൻ വേണ്ടിയിട്ട് ചില വഴികൾ ഞാൻ പറഞ്ഞു തരാം. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കോഡുകളും കഥകളും അതുപോലെ തന്നെ വലിയ വിവരങ്ങളൊക്കെ അതേപടി പഠിക്കാതെ അതിന് തമാശ രൂപത്തിലുള്ള കോഡുകളോ കഥകളൊക്കെ ഉണ്ടാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ സാധിക്കും. ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രോളുകൾ അല്ലെ? എല്ലാവരെയും പെട്ടെന്ന് ധാരാളം ഒരു മിനിറ്റിന്റെ ദൈർഘ്യത്തിലുള്ള ധാരാളം ട്രോളുകൾ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കും അല്ലെ? അതുപോലെ തന്നെ ഈ പഠനത്തെയും കോഡുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കഥകൾ ഉപയോഗിച്ചോ ഒരു രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അത് നമുക്ക് ആസ്വാദികരമായി മാറും. അതുപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റഡി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് സമാന ചിന്താഗതിയുള്ള സുഹൃത്തുക്കളുമായി ചേർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പരസ്പരങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം, ക്വിസുകൾ നടത്തി പഠിക്കുന്നതൊക്കെ നമുക്ക് ഈ വിരസത പോലുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയോജനപ്രദമാണ്. അതായത് ഗ്രൂപ്പ് സ്റ്റഡി വളരെയധികം പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ പഠനമുറിയിൽ ഉള്ള മാറ്റങ്ങൾ, പലപ്പോഴും ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുന്നത് ഇടയ്ക്ക് ആ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറ്റുന്നത് വളരെയധികം നല്ലതാണ്. മനസ്സിനൊരു റീഫ്രഷ് കിട്ടും അല്ലെ? അപ്പോൾ അത് ചാർട്ടുകളൊക്കെ മാപ്പുകളും ഒക്കെ ചുവരിൽ ഒട്ടിച്ചു ഒരു PSC വൈബ് മുറിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ അത് നമ്മളെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ ലക്ഷ്യങ്ങൾ അത് വലിയ സന്തോഷത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നമ്മളെ കൊണ്ട് വളരെയധികം
എന്താണ് ഉദ്ദേശിച്ചതിന് അപ്പുറത്തേക്കുള്ള ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കും അല്ലെ. അതായത് ഒരു ദിവസം കൊണ്ടൊരു വലിയ പുസ്തകമൊക്കെ തീർക്കാൻ നമ്മൾ നോക്കുന്നത് അത് വളരെ ഒരു അപ്രാപ്യമായ ഒരു കാര്യമാണ്. അത് അങ്ങനെ ചെയ്യരുത്. അത് നമ്മളെ എല്ലാം നിരാശരാക്കും അല്ലെ. അതുപോലെ തന്നെ പകരം എന്ന് ഞാൻ ഈ 2 ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ആ പുസ്തകമല്ല അതിൻ്റെ അകത്ത് 2 ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുമെന്ന് നോക്കുക. അങ്ങനെ ചെറിയ ചെറിയ പോർഷനുകൾ മുമ്പോട്ട് പഠിച്ചു പോയാൽ നമുക്ക് ഒരു പരിധി വരെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പലതുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടുണ്ടോ, അന്ന് പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. കുറേശ്ശെ കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഈ ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചായയോ അല്ലെങ്കിൽ കുറച്ച് സമയം സുഹൃത്തിനോട് സംസാരിച്ചോ ഒക്കെ ചെയ്ത് സ്വയം ഒരു റിവാർഡ് നൽകുക. അത് തലച്ചോറ് കൂടുതൽ പഠിക്കാനുള്ള ഉന്മേഷം നൽകും. നമ്മളിപ്പം ചെറിയ പോർഷനാണ് കവർ ചെയ്തത്, എങ്കിലും നമ്മൾ അതിൽ വളരെ സന്തോഷമാണ്. ആ പോർഷൻ നമ്മൾ കവർ ചെയ്തല്ലോ. അപ്പോൾ നമ്മളെ തന്നെ ഞാൻ മിടുക്കനാണ് എന്ന് സ്വയം പ്രശംസിക്കുന്ന ഒരു രീതി തിരഞ്ഞെടുത്താൽ വളരെയധികം പ്രയോജനപ്രദമായ ഒന്നാണ്. മനസ്സിനെ എന്താണ് സ്വന്തമായിട്ട് ഉയർത്തുക. നമ്മൾ മിടുക്കനാണ്, എനിക്ക് എന്നെ കൊണ്ട് സാധിക്കും എന്ന് എപ്പോഴും നമ്മളിങ്ങനെ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പരാജയങ്ങൾ എപ്പോഴും ഉണ്ടാവും. അത് പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്നാണ് പൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോൾ അതുകൊണ്ട് പരാജയങ്ങളെ നമ്മൾ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല. മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന അവസരത്തിൽ നമ്മൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റാതെ വരും. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. പിന്നീട് നമ്മൾ മുമ്പോട്ട് ചെല്ലുന്നതനുസരിച്ച് നമ്മൾ തെറ്റുകൾ ഉണ്ടായാൽ ആ തെറ്റുകൾ ഉണ്ടായാലേ നമ്മൾ ശരിയിലേക്ക് നീങ്ങാൻ സാധിക്കുള്ളൂ. തെറ്റുകളെ നമ്മൾ കാര്യക്ഷമമായി പഠിച്ച് ആ തെറ്റുകൾ എങ്ങനെ ശരിയാക്കാം എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ തളരില്ല. അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്തിൽ നമ്മൾ ഒരിക്കലും തളരില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് നമ്മൾ തളരാത്ത കാര്യം? സിനിമ കാണാനോ അതുപോലെ തന്നെ കളിക്കാൻ. ഇപ്പോൾ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ രാത്രിയിൽ ഉറക്കളച്ചിരുന്ന് ഫുട്ബോൾ കളി കാണുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ അത് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് അർജന്റീനയെ ജയിപ്പിക്കണം, അല്ലെങ്കിൽ ഫ്രാൻസിനെ ജയിപ്പിക്കണം, അല്ലെങ്കിൽ സ്പെയിനിനെ ജയിപ്പിക്കണം എന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ രാത്രി 12:30-ക്കോ 2 മണിക്കോ ഒക്കെ അലാറം വെച്ച് ഏറ്റിരുന്ന് നമ്മൾ പഠിക്കും, കളി കാണും അല്ലെ. എന്ന് പറഞ്ഞതുപോലെ പരീക്ഷ വരുന്ന അവസരത്തിൽ PSC പരീക്ഷ വരുന്ന സമയത്ത് നമ്മളതൊരു ഫുട്ബോൾ കളി പോലെയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി പോലെയോ 2020 ലോകകപ്പ് പോലെയൊക്കെ നമ്മൾ അതിനെ ആസ്വദിച്ച് അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വിനോദങ്ങളാക്കി മാറ്റണം. പഠനത്തെ ഒരു വിനോദമാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ വിനോദമാക്കി മാറ്റുമ്പോൾ നമ്മുടെ ലക്ഷ്യം വളരെ എളുപ്പത്തിലായി നമ്മൾ അത് കവർ ചെയ്യാനും എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ പഠിക്കാനും ഒക്കെ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പഠനം നമ്മുടെ വഴിയേ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ജോലി എന്ന ലക്ഷ്യം വളരെ അടുത്ത് വരുന്നതായിട്ട് കാണും. നമ്മൾ ഏത് ലക്ഷ്യമാണോ, ഏത് കസേരയാണോ നമ്മൾ മുന്നിൽ കണ്ടത്, ആ കസേര നമ്മുടെ അടുത്ത് വരുന്നതായിട്ടും നമുക്കത് നമ്മൾ അതിലേക്ക് എത്തുന്നതായിട്ടും നമുക്ക് തോന്നുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഉജ്ജ്വലമായ ഒരു വിജയമാണ് ഞാൻ ആസ്വദിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് PSC റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ സാധിക്കും. പഠനം ഒരു വിനോദമായി മാറ്റുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.